ചെരുപ്പിടാത്തവരുടെ നാടിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? വരൂ പോകാം അങ്ങനെ ഒരു നാട്ടിലേക്ക്. രസകരമായ ഈ സംഭവം നമ്മുടെ അടുത്ത് തമിഴ്നാട്ടിൽ നിന്നുള്ളതാണ്. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും പ്രശസ്തമായ ഹിൽ സ്റ്റേഷനുകളിലൊന്നായ കൊടൈക്കനാലിന് സമീപം സ്ഥിതി ചെയ്യുന്ന വെള്ളഗവി ഗ്രാമത്തിന്റെ കാര്യമാണ് പറയുന്നത്. കൊടൈക്കനാലിൽ നിന്നും വേണം വെള്ളഗവി ഗ്രാമത്തിലേക്ക് എത്താൻ. ഏറെ ദുർഘടം പിടിച്ച വീതി കുറഞ്ഞ ഒരു പാതയാണിത്. ട്രക്കിംഗ് ഇഷ്ടപ്പെടുന്നവർക്ക് ഏറെ പ്രിയങ്കരമായിരിക്കും ഈ നടത്തം. എന്നാൽ ഗ്രാമത്തിലെത്തിയാൽ പ്രവേശിക്കണമെങ്കിൽ ചെരുപ്പണിയാൻ പാടില്ല. പണ്ട് മുതൽക്കേ പിന്തുടർന്നു വരുന്ന ഒരു രീതിയാണിത്. ഗ്രാമീണരാരും അവിടെ ചെരുപ്പിട്ടു നടക്കുന്ന കാഴ്ച കാണുവാൻ കഴിയില്ല. പ്രവേശന കവാടത്തിൽ തന്നെ ഇവർ ചെരുപ്പ് ധരിച്ച് പ്രവേശിക്കരുതെന്ന ബോർഡ് സ്ഥാപിച്ചിരിക്കുന്നതും കാണുവാൻ കഴിയും. കൊടൈക്കനാലിന്റെ അയൽഗ്രാമമാണെങ്കിൽ കൂടി വെള്ളഗവി ടൂറിസ്റ്റ് കേന്ദ്രമൊന്നുമല്ല. ഏകദേശം 100 കുടുംബങ്ങൾ ഇവിടെ താമസിക്കുന്നു. ഗ്രാമത്തിലേക്ക് എത്തിച്ചേരുവാനോ ഗ്രാമത്തിനുള്ളിൽ റോഡുകളില്ല. 300 വർഷം പഴക്കമുണ്ട് ഈ ഗ്രാമത്തിന്. ഈ ഗ്രാമത്തെ അവിടുത്തെ ആളുകൾ ക്ഷേത്രമായി കരുതുന്നു. സ്വന്തം സുഖ സൗകര്യത്തെക്കാൾ അവർ ദൈവത്തിന്റെ പ്രീതിക്കായി പ്രവർത്തിക്കുന്നു എന്നതാണ് വാസ്തവം. ദൈവവും വിശ്വാസികളും ഒരേ സ്ഥലത്ത് വസിക്കുന്നു. എന്നാൽ ഈ സമ്പ്രദായം എന്നു മുതലാണ് തുടങ്ങിയതെന്ന് ആർക്കും അറിയില്ല. വെള്ളഗവി ഗ്രാമത്തിലേക്ക് കടക്കുമ്പോൾ ഒരു ക്ഷേത്രമാണ് ആദ്യം കാണുവാൻ സാധിക്കുന്നത്. ഗ്രാമത്തിലൂടെ നടന്നു നീങ്ങുമ്പോൾ വീടുകളും അതിനിടയിൽ കുറേ ക്ഷേത്രങ്ങളും കാണുവാൻ സാധിക്കും. 25 ക്ഷേത്രങ്ങൾ ഈ ഗ്രാമത്തിലുണ്ട്. വീടുകളും ക്ഷേത്രങ്ങളും തമ്മിൽ മതിലുകളില്ല എന്നതാണ് മറ്റൊരു പ്രത്യേകത. പ്രകൃതിയുമായി ഇണങ്ങി നിൽക്കുന്ന ഗ്രാമമായതിനാൽ കാര്യമായ വികസന പ്രവർത്തനങ്ങൾ ഒന്നും തന്നെ ഇവിടെ നടന്നിട്ടില്ല. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഒരു ഗ്രാമം എങ്ങനെയായിരുന്നോ അതുപോലെ തന്നെ നിലനിൽക്കുന്ന ഒരു ഗ്രാമമാണ് വെള്ളഗവി ഇന്നും. ഇവിടെ തെരുവുകൾ കാണുവാൻ കഴിയില്ല, ആശുപത്രികളില്ല, സ്കൂളുകളില്ല. ഒരു ചെറിയ ചായക്കടയും ചെറിയൊരു പലചരക്ക് കടയും നിങ്ങൾക്കിവിടെ കാണുവാൻ സാധിക്കും. വികസന പ്രവർത്തനങ്ങൾ ഒന്നും തന്നെ അവിടെ നടന്നിട്ടില്ല. മറ്റ് ആവശ്യങ്ങൾക്കായി അവർ കൊടൈക്കനാലിലേക്ക് നടന്നു പോകുന്നു. ഇത് അല്പം ദുർഘടം പിടിച്ച കാര്യമാണെങ്കിൽ കൂടി മറ്റു വഴികളില്ലാത്തതിനാൽ അവർ അത് ചെയ്യുന്നു. കാര്യമായ സൗകര്യങ്ങളില്ലെങ്കിലും വെള്ളഗവി ഗ്രാമവാസികൾ സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിക്കുന്ന കാഴ്ച നിങ്ങൾക്ക് അവിടെ കാണുവാൻ കഴിയും. ഗ്രാമത്തിലെ വീടുകൾ സർക്കാർ പണിതു നൽകിയതാണ്. ഷീറ്റുകൾ മേഞ്ഞ വീടുകളാണിവ. ആടിനെ വളർത്തലും കൃഷിയുമാണ് ഗ്രാമീണരുടെ പ്രധാന ഉപജീവന മാർഗം. ഒരു LP സ്കൂൾ മാത്രമാണ് വെള്ളഗവി ഗ്രാമത്തിലുള്ളത്. ഉയർന്ന വിദ്യാഭ്യാസത്തിനായി കുട്ടികൾ ടൗണിലേക്ക് പോകും. ഇപ്പോൾ ഗ്രാമത്തിലുള്ളവർ നിരവധി പേർ പുറത്തുപോയി പഠിക്കുകയും ജോലി ചെയ്യുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. പുറത്തു പോകുമ്പോൾ ഇവർ ചെരുപ്പുകൾ ധരിക്കാറുണ്ടെങ്കിലും ഗ്രാമത്തിലേക്ക് മടങ്ങിയെത്തുമ്പോൾ ഇവരാരും തന്നെ ചെരുപ്പ് ധരിക്കാറില്ല. നാഷൻ ന്യൂസ് ലൈവ്, സത്യം, ചരിത്രം, വർത്തമാനം.